നമസ്കാരം. ഇവിടെ വന്ന എല്ലാ ഞങ്ങളുടെ മീഡിയ ഫ്രണ്ട്സിനും ഞങ്ങളുടെ നന്ദി. ഞങ്ങളുടെ സിനിമ ആലപ്പുഴ ജിംഖാന ഇന്ന് റിലീസായി. തിയേറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് ബെറ്റർ റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും വരുന്ന ആഴ്ചകളിലെല്ലാം നിങ്ങളുടെയും എല്ലാവരുടെയും ഹെൽപ്പും സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് ഇതേപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ താങ്ക് യു. സിനിമ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്രൂ എല്ലാവരോടും അവൈലബിൾ ആണ്. പ്ലീസ് ഗോ അഹെഡ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട സിനിമയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലായിടത്തു നിന്നും നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. എല്ലാവരും നല്ലത് മാത്രമാണ് സിനിമയെ പറ്റി പറയുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇവിടെ വന്ന എല്ലാ മീഡിയ ഫ്രണ്ട്സിനും ഒത്തിരി സന്തോഷം. നിങ്ങളുടെ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. ഇനി നിങ്ങൾ ചോദിച്ചാൽ മതി. കണ്ടിട്ടില്ല. തല്ലുമാലയ്ക്ക് ശേഷം ഒരു ബോക്സിംഗ് ഒരു സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ തല്ലുമാല പ്രേക്ഷകർ അത്രമാത്രം ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്തൊരു സിനിമ തന്നെയാണ്. ഇത്ര ഒരു സബ്ജക്റ്റാണ് കാലത്തിന് ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നത്, എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും. ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 7 മണിക്കാണ് ഷോ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് വരുമ്പോൾ എങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കും, ഒരു ഭയപ്പാടുണ്ടായിരുന്നു. സിനിമയുടെ ഒരു പോയിന്റിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഭയം തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മളൊരു സ്പോർട്സ് കോമഡി സിനിമയാണെങ്കിൽ പോലും, ഒരു സ്പോർട്സ് ജോണർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഒരു ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് സിനിമകളിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അത്തരമുള്ള ഒരു ട്രൈയും കൂടെ നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ത്രൂ ഔട്ട് ദ ഫിലിമിന്റെ പ്രോസസ്സിൽ നമ്മൾ വളരെ കോൺഫിഡൻറ്റ് തന്നെയാണ്. ഇവരെ മെരുക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നതാണ് പറയുന്നത്. പല വേറെ ഇന്റർവ്യൂലൊക്കെ കണ്ടപ്പോഴാണ് റൈറ്റപ്പ് ഇവരെ ഒന്ന് മെരുക്കിയെടുക്കാൻ കുറെ കഷ്ടപ്പെട്ടു. മെരുക്കിയെടുക്കുക എന്നുള്ളതല്ല, അവരെ ഈ പറയുന്ന തരത്തിൽ ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കിലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്കും അവരെത്തിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വേറൊരു മീഡിയത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ഒരുവിധം പോപ്പപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തി. ഏകദേശം ഒരു 6 മാസം നമുക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇപ്പം സിനിമയാണെങ്കിൽ തന്നെയും അത് ഒരു ഐഡിയയിൽ വിശ്വസിച്ച് ഇറങ്ങുന്ന ഒരു കൂട്ടമാണല്ലോ. അപ്പൊ ഈ പ്രീ വർക്ക് എന്ന് പറയാൻ നേരത്ത് ബേസിക്കലി ഒരു 6 മന്ത് ആവേശം കിട്ടുന്ന ഒരു ക്ലൈമാക്സ് അങ്ങനെ ഉണ്ടാവും. അത് അങ്ങനത്തെ ഒരു ആർക്ക് അല്ലാതെ മാറ്റി പിടിക്കാം. അതായത് ഒരു ടീനേജ് പിള്ളേർ സ്പോർട്സ് ചൂസ് ചെയ്യുന്നു ഒരു കാര്യത്തിൽ, ആ ഒരു ഐഡിയ എവിടുന്നാണ് വന്നത്? അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊരു ബോക്സിംഗ് സിനിമ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തതല്ല. എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ അത് എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ്. ആ ഐഡിയ ഇൻസ്പയർ ആയപ്പോഴാണ് എന്നാൽ പിന്നെ അത് ബോക്സിംഗ് സിനിമയാക്കാം, അത് ബോക്സിംഗ് തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ബോക്സിംഗ് സിനിമയായിട്ട് തന്നെ പ്ലാൻ ചെയ്തത്. ഒരിക്കലും നമ്മളതൊരു ഈ നേരത്തെ സംസാരിച്ചിട്ടുള്ള പറഞ്ഞ പോലെ ഒരു ഇതിനു മുമ്പുണ്ടായിട്ടുള്ള സിനിമകളുടെ ഒരു ഫോർമാറ്റിലും അത് എഴുതാനോ അല്ലെങ്കിൽ അതിനെ കൺസീവ് ചെയ്യാനോ ആലോചിച്ചിട്ടില്ല. എന്തായിരുന്നു അന്ന് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അതിൻ്റെ മാക്സിമം ഹോണസ്റ്റായിട്ട് അതേപോലെ തന്നെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അത്തരം സിറ്റുവേഷൻസും നിങ്ങൾ പറഞ്ഞ പോലെ അതുണ്ടാവാൻ. പ്രഷറായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ സമയത്തെല്ലാം നമ്മൾ സിനിമയുടെ പ്രോസസ്സിലായിരുന്നല്ലോ. അപ്പോൾ ആ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു, നമ്മൾ അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ പ്രഷറുകളൊന്നും അങ്ങനെ എഫക്റ്റ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ആലപ്പുഴ ജിംഖാനയ്ക്ക് ഒരു എൻട്രി കൊടുക്കുന്നുണ്ടല്ലോ എല്ലാ കാൻഡിഡേറ്റും വരുമ്പോൾ, അത് ആദ്യം തന്നെ അതിനൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഈ സോങ് സെറ്റ് ചെയ്യാൻ ആ ലെവലിൽ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഓരോരുത്തരും മത്സരാർത്ഥികൾ ബോക്സിങ്ങിലേക്ക് പങ്കെടുക്കാൻ വരുമ്പോൾ അത് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും സ്ക്രീൻ പ്ലേയുടെ ബേസിലാണ് നമ്മളത് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്.
സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് സ്പേസ് ഉണ്ടല്ലോ. ഇപ്പം റിക്കിന്റെ ഉള്ളിൽ നടക്കുന്ന പോർഷൻ ആണെങ്കിലും ഷോർട്സ് ഒക്കെ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് അത് ഒരു പ്രീ റിഹേഴ്സലൊക്കെ ചെയ്ത് 1-2 തവണ ചെയ്ത് നോക്കിയിട്ട് ഷോർട്സ് ഫിക്സ് ചെയ്യുന്ന തരത്തിലേക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ ഷോർട്സും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ? റിങ്ങിന്റെ അകത്തുള്ള ഷൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി ആക്ഷൻ കൊറിയോഗ്രാഫർ മിസ്റ്റർ ജോഫിൽ അദ്ദേഹം ഇവിടെ ഉണ്ട്. സർ കൈബുക പ്ലീസ്. അദ്ദേഹമാണ് നമ്മുടെ ബോക്സിംഗ് കൊറിയോഗ്രാഫി ഡിസൈൻ എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാവരും ട്രെയിൻ ചെയ്തിട്ടുള്ളത് ജോഫിൽ തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ജിംഷി ഖാലിദ് ഇവിടെ ഉണ്ട്. ഇവർ രണ്ടുപേർക്കുമാണ് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് പോകുന്നത്. പിന്നെ അത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവർക്ക് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മളിലൂടെ വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഇവരെക്കാൾ കൂടുതലായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും, കുറച്ചെങ്കിലും പ്രൊഫഷണലായിട്ട് ബോക്സിങ്ങിനെ ഫോളോ ചെയ്യുന്നവരാണ്. അവരോടൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഈ സിറ്റുവേഷനിൽ. കാരണം അവരൊന്നും ഇല്ലാതെ നമുക്കിത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ സെലക്ഷൻ ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ അപ്പുറത്തേക്ക് അവരുടെ സിനിമ വിജയിക്കുള്ളൂ. അതെങ്ങനെയായിരുന്നു അവരെ ഒരു സെലക്ഷനിലേക്ക് എങ്ങനെയാണ് പോയത്? അവരെ സെലക്ട് ചെയ്യാൻ പറ്റിയത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ബോക്സിംഗ് സഹജമായിട്ടുള്ള എല്ലാ നമ്മളുടെ റിസോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും നമുക്കെല്ലാം കളക്റ്റീവായിട്ട് ചെയ്തതെല്ലാം ജോഫിലാണ്. ജോഫിലിന്റെ സുഹൃത്തുക്കളുടെയും ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ ഡിഫറെൻറ്റ് ഏരിയകളിൽ നിന്നുള്ള ഫൈറ്റേഴ്സാണ് അവരെല്ലാവരും. അതിൽ യദു, സനു, വൈഷ്ണവ്, അക്ബർ അവരെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ കൂടാതെ അനഘയുടെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റീന എന്ന് പറയുന്ന പെൺകുട്ടി അവരിപ്പോൾ മെരികോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാണ്. സോ ഇത്രയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി ബോക്സിംഗ് അറിയാവുന്ന ആളുകളുടെ ഇൻവോൾവ്മെന്റ്. ഈ ഉണ്ട ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയാണ് അഭിനയിക്കുന്നത്. അതിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഏത് വിധത്തിലുള്ള ഷോർട്സും ചോദിക്കാം, എത്ര നേരം വേണമെങ്കിൽ അദ്ദേഹത്തിനോട് ഇനിയും കൂടുതൽ എന്താണ് ചെയ്യാനുള്ള സാധ്യതകളെന്ന് ചോദിക്കും. പിന്നെ അസ്ലിനെ പോലുള്ള ഒരു ആക്ടർ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സൗകര്യം എന്താണ്? അസ്ലൻ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യം. ഈ യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പം അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഇപ്പോൾ പറയപ്പെടുന്ന ഈ ജനറേഷൻ ഗ്യാപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓവർകം ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് ആണ്. യങ്സ്റ്റേഴ്സ് ആണ്, അവരുടെ എനർജി, അവരുടെ ടൈം എല്ലാം ഈ സിനിമയ്ക്കും എനിക്കും കിട്ടിയ പ്ലസ് പോയിന്റ്സ് ആണ്. ഒരു സിനിമോട്ടോഗ്രാഫർ എന്ന നിലയിൽ ആണില്ല ഒന്ന് നീറ്റുന്നത് ഒരു സിനിമോട്ടോഗ്രാഫർ എന്ന നിലയിൽ ആലപ്പുഴ ജിംഖാന പോലെ ഇത്രയും ആളുകളുള്ള സിനിമ, ഇപ്പൊ ഈ സിനിമയുടെ ഒരു പ്രത്യേകത നസ്ലിൻ ഒരു നായക സ്ഥാനത്തുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഒന്നിനൊന്ന് മികച്ച റോളുകളാണ് റൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പേരുള്ള സിനിമ, ഇത്രയും നല്ല റോളുകളുള്ള ആളുകളുള്ള സിനിമ, ക്രൗഡുള്ള സിനിമയൊക്കെ ഒരു സിനിമോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആണ്? അതായത് ചോദ്യം ഇപ്പോൾ ഒരു സീനിനകത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള മൾട്ടിപ്പിൾ ആക്ടേഴ്സ്, അതായത് 5, 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്ടേഴ്സ്, ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് ഉള്ള ആക്ടേഴ്സ് തമ്മിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ നമ്മളത് കമ്പോസ് ചെയ്യും? 1-2 പേര് വർത്താനം പറയുന്നത് പോലെ അല്ലല്ലോ എന്നുള്ളതായിരുന്നു. യെസ്, അത് ഒരു നല്ല ചോദ്യം തന്നെയാണ്. ഈ പടം തുടങ്ങിയ സമയത്ത് ഞാൻ റഹ്മാൻ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൺസ് നമ്മൾ ഒരു ലൊക്കേഷനിൽ തന്നെ ഇന്റീരിയർ, എസ്പെഷ്യലി ഇന്റീരിയർ, എനിക്ക് ഒരു ജിമ്മാണെന്ന് തോന്നുന്നു. നമ്മളൊരു സീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനെ പറഞ്ഞ റഹ്മാൻ, ഇറ്റ്സ് ലൈക്ക് എല്ലാവരും ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് നടത്തുവാണ്. പിന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉള്ള പ്രിപ്പറേഷൻ നടത്തുമ്പോൾ പോലും നമുക്കൊരു ആ സീൻ എത്ര മിനിറ്റ് വരെ പോവാം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു മിനിറ്റ് സീനാണെങ്കിൽ നമ്മൾ ആ ഷൂട്ട് തീരുമ്പോഴും നമ്മൾ 1 മിനിറ്റിലേക്കുള്ള കണ്ടന്റ് ആക്കി നിർത്താൻ തന്നെ ശ്രമിക്കണം. അപ്പോൾ ഇത്രയും പേരുള്ളപ്പോൾ വി ഹാവ് ടു എക്സ്ചേഞ്ച് ലൈക്ക് ലോഡ് ഓഫ് ഷോട്ട്സ്. എല്ലാവരുടെയും ഷോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും സജഷൻസിലും വൈഡും 3/4 ഷോട്ടുകളും ഇൻഡിപെൻഡൻറ്റ് ഷോട്ടുകളും ക്ലോസപ്പുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അത് ഇനിഷ്യലി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. ഇനിഷ്യലി ഇൻ ദ സെൻസ് സെക്കൻഡ് ഷെഡ്യൂളിലാണ് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ആക്ഷൻ സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തത്. മോർ ടോക്കി സീൻസും ഇവരുടെ കോമ്പിനേഷൻസ് ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സീൻസ് നമ്മൾ ചെറിയ ലൊക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലാണ്. ബട്ട്
ഗ്രാജുവലി നമ്മളത് ട്വീക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. ഗ്രാജുവലി നമ്മളത് ട്വീക്ക് ചെയ്തു. പക്ഷേ നമ്മളെല്ലാ ആർട്ടിസ്റ്റിനെയും വിളിച്ചിട്ട് തന്നെ നമ്മൾ ഒരു സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ന ആൾ ഇവിടെ ഇരിക്കൂ അല്ലെങ്കിൽ ഇന്ന ആൾ അവിടെ നിന്നാൽ മതി എന്ന് പറയുന്ന പോലെയല്ല. നമ്മൾ എല്ലാ ആക്ടേഴ്സിനെ വെച്ചിട്ട് ആ സ്പോട്ടിൽ സ്ക്രീൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പോലും ഐ മീൻ അവർക്കൊരു ലിബർട്ടി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു. എടാ ഇതിപ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കുക, ഞാൻ ഇങ്ങനെ ഇരുന്നോളാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റിൽ നമ്മളത് ട്വീക്ക് ചെയ്തെടുത്തു എന്ന് വേണം പറയാൻ. താങ്ക് യു, ഗുഡ് ക്വസ്റ്റ്യൻ മാം. പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ടൈറ്റിൽസിലൊക്കെ തന്നെയാണെങ്കിലും ടാരന്റീനോന്റെ ഒക്കെ പോലത്തെ ടൈറ്റിൽസിന്റെ ഒക്കെ ഒരു പ്രഭാവം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്റൻഷൻ നിങ്ങൾ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ ചെയ്യുന്ന ഡയറക്ടറിന്റെ മൈൻഡിലുണ്ടായിരുന്നു? ടൈറ്റിൽ അല്ല, ബേസിക്കലി ടൈറ്റിലിനെ കുറിച്ച് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡിസിഷനൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ട് വന്ന കേസാണ്. വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം വൺസ് ഇറ്റ് കംസ് ടു ദ പാലറ്റ് ആൻഡ് ദ കളർ ടോൺ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പം നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ട് എന്താണോ അത്രയും ക്ലിനിക്കലായിട്ട് നമ്മളതിൻ്റെ ഡിസ്കഷൻസ് ഒന്നും നടന്നിട്ടില്ല. ബട്ട് യെസ്, പാലറ്റിനെ കുറിച്ചൊക്കെ ഒബ്വിയസ്ലി നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. സോറി, ഈ തല്ലുമാലയിൽ ഒരു 360 ഡിഗ്രിക്ക് വേണ്ടിയിട്ട് റിഗ് ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടതാണ് തിയേറ്റർ ഫൈറ്റിന് വേണ്ടി. സോ അന്ന് ആരും അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്പേസിലല്ലായിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ച്. ജിംഖാനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു എക്യുപ്മെന്റ് തന്നെ മേക്ക് ചെയ്യോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒരു ലെൻസ് കിറ്റ് പർച്ചേസ് ചെയ്യോ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല, നത്തിങ്. അതായത് ജിംഖാനയിൽ എസ്പെഷ്യലി ഞാനൊരു ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ മനസ്സിലാവും, ഞാൻ ഇപ്പോൾ പ്രോബബ്ലി ഒരു ട്രൈപോഡ് പോലും യൂസ് ചെയ്തിട്ടില്ല. ടെക്നിക്കാലിറ്റി അറിയുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, ഞാനൊരു റോപ്പ്, ഒരു റബ്ബർ റോപ്പ് ടോപ്പിൽ നിന്ന് റിങ്ങിന്റെ നടുക്ക് ടോപ്പിൽ നിന്ന് ഒരു റബ്ബർ റോപ്പ് ഇറക്കിയിട്ട് അതിലൊരു ഫിഗറിനകത്ത് ബ്രെയിനും ലെൻസും മാത്രം വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ മൂവി ക്യാമറയിൽ സൗണ്ടിന്റെ അതിന്റെ ചെറിയ കോമ്പണൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ചെറിയ ചെറിയ കോമ്പണൻസ് ഒക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വരുമ്പോൾ അതിന്റെ വെയിറ്റ് കൂടും, അതിന്റെ വോളിയം കൂടും. അതൊക്കെ മാക്സിമം ചെറുതാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ദ ബ്രെയിൻ ആൻഡ് ദ ക്യാമറ. പിന്നെ ഞാൻ അതിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഒക്കെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. ബട്ട് യാ, ക്വസ്റ്റ്യന് ഞാനത് ഒന്നും ചെയ്തിട്ടില്ല, ഹാൻഡിൽഡ് ആയിരുന്നു മൊത്തം. ഈ ആലപ്പുഴ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കുറെ ഷോട്ടുകളുണ്ട് നമ്മുടെ കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ള ഈ ബാക്ക് വാട്ടേഴ്സ്, ബോട്ട്. ഇതിനെ റീഇമാജിൻ ചെയ്യാന്നുള്ളത്, ക്ലീഷ ബ്രേക്ക് ചെയ്യാന്നുള്ളത് ഈസി ആയിട്ട് വന്നോ? ഇല്ല, അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളവിടെ ആലപ്പുഴ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ബേസിക്കലി നമ്മൾ കണ്ട ലൊക്കേഷനിൽ ഏതൊക്കെ ലൊക്കേഷൻ കണ്ടു, അതിൽ ഏതൊക്കെ ഓക്കെ ആയി, അവിടെ എത്ര നല്ല ക്ലിനിക്കലായിട്ടുള്ള ഫ്രെയിം വെക്കാം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും മുകളിൽ വർക്ക് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ഇറ്റ്സ് വെരി ഡൗൺ ടു എർത്ത് ആയിട്ടാണ് പടം വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഫാൻസി ആയിട്ടൊന്നും അതിൽ കാണാനും പറ്റില്ല. ഇറ്റ്സ് വെരി കണ്ടംപററി ആണ് ഇപ്പോഴും സിനിമ. ഫസ്റ്റ് ഹാഫ് ഒക്കെ അല്ലേ വളരെ ലൈറ്റ്, അനുരാഗരിക്കിൻ വെള്ളത്തിനേക്കാൾ ലൈറ്റാണ് ഫസ്റ്റ് ഹാഫ്. ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അത്രയും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉള്ളൂ. പ്ലസ് 2 പഠിക്കുന്ന പിള്ളേരല്ലേ, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക് യു. ചേട്ടാ, ഈ സിനിമയിൽ ഒരു ഡയറക്ടർ മാത്രമല്ല, ഒരു നിർമ്മാണ പങ്കാളിയും കൂടിയാണ്. അപ്പോൾ ഒരു 6 മാസത്തെ പ്രോസസ്സ് വേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ലവർ ബോയ് ആയിട്ടൊക്കെ ഇങ്ങനെ കോമഡി കളിച്ച് നടന്നിരുന്ന നസ്ലനെയാണ് ഒരു ആക്ഷൻ മൂഡുള്ള തലത്തിലേക്ക് കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ പ്രോത്സാഹനത്തിനോടൊപ്പം തന്നെ ഒരുപാട് ശാസിച്ചിട്ടുണ്ടാവില്ല. മീൻസ് ഒരുപാട് കാര്യങ്ങൾ മിസ്റ്റേക്ക് വരുമ്പോഴൊക്കെ ഗൗരവം കാണിക്കാറുണ്ടോ? നസ്ലനെ എങ്ങനെ മാനേജ് ചെയ്താൽ ഈസി ആയിരുന്നു? എല്ലാം ഓക്കെ എന്നായിരുന്നു? ഇല്ല, അങ്ങനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു 30 സെക്കൻഡ്സ് 1 മിനിറ്റ് എക്സ്ട്രാ സ്പാർ ചെയ്യും. സ്പാർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സേഴ്സ് തമ്മിൽ പരസ്പരം ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് സ്പാറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ബാക്കിയെല്ലാം ശരിയാവും. അല്ല, അവൻ നസ്ലന് കുറെ ഇടി കൊണ്ടിട്ടുണ്ടോ? എല്ലാം ക്യാമറ ട്രിക്കല്ല, കൊണ്ടേക്കുന്ന ഇടിയല്ല. പിന്നെ നസ്ലനോടൊരു ചോദ്യം. ഇപ്പോൾ ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 4 സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു. ക്ലാഷ് റിലീസ് എന്നൊക്കെ പറയും. അപ്പോൾ മമ്മൂക്കയുടെ ബസൂക്ക ഉണ്ട്. അപ്പോൾ നസ്ലന്റെ ആലപ്പുഴ ജിംഖാനയാണ് ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ ഒന്ന്. പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ബസൂക്കയായിട്ടാണ് ക്ലാഷ് റിലീസ്. പക്ഷേ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള നില നോക്കുമ്പോൾ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് അതിനെ കാണാം. പക്ഷേ
ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണല്ലോ മമ്മൂക്ക, ഒരു നടൻ, വളർന്നൊരു നടൻ. അപ്പോൾ നസ്രന് ആദ്യമായിട്ടാണ് തോന്നുന്നു മമ്മൂക്കയുടെ ഒക്കെ ഒരു റിലീസ് വരുന്നത് നസ്രന്റെ കരിയറിൽ. അപ്പോൾ ഈ ഒരു ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചിന്തിച്ചില്ല. ഒന്നാമത്തെ സമയം കിട്ടിയില്ല ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഇതിൻ്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞിട്ട് വേണം ബസൂക്ക ആണെങ്കിലും മരണമാസമാണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് റഹ്മാൻക്കാട് ചോദിക്കേണ്ടി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഒരു ക്യാരക്ടർ അതിലുണ്ട്, പക്ഷെ നമ്മുടെ ആ ഒരു പരിപാടി ക്യാരക്ടർ അല്ല അതിൽ ആലപ്പുഴ ജിംഖാന +2 ഒരു വിദ്യാർത്ഥി കുറച്ചും കൂടെ മിനിമലായിട്ട് പിടിക്കുന്നതാണ് തോന്നുന്നത് എനിക്ക്. പിന്നെ എല്ലാം റഹ്മാൻക്കാടെ ഒരു അനുഗ്രഹം തോന്നുന്നത്. മഞ്ഞുമൂൽ ബോയ്സില് ഡ്രൈവർ ചേട്ടനായിട്ട് തകർത്താടിയതാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിലേക്ക് ഒരു അവസരം നോക്കിയില്ലേ? സ്വന്തം പടമാണ്. ഇല്ല, ഞാൻ അങ്ങനെ ട്രൈ ചെയ്തില്ല. കാരണം ഒരുപാട് ജോലികൾ വേറെ സൈഡിലുള്ള ഉണ്ടായിരുന്നതുകൊണ്ടും ചെയ്യാൻ അറിയാവുന്നവർ പടത്തിൽ അഭിനയിക്കുന്നുള്ളതുകൊണ്ടും ചെയ്തില്ല. ഗണുവിന്റെ കൂടെ വർക്ക് ചെയ്തതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഗണപതിയുടെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന മറ്റാരെക്കാളും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള, പലരുടെയും പ്രായത്തിനേക്കാൾ വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഈ പിള്ളേരുടെ കൂടെ അത്ര സെയിം എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ വി ആർ സോ ഗ്രേറ്റ്ഫുൾ. ഈ ലുക്മാൻ ഉൾപ്പെടെ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, അതായത് കഥ മുഴുവനായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കില്ല. അതായത് അന്നൊക്കെ അറിയാം, അന്ന് ഷോട്ടിന് മുമ്പേ അറിയിട്ടാവുള്ളൂ എന്താ ഷൂട്ട് ചെയ്യാൻ പോണെന്നൊക്കെ. ആ പ്രോസസ്സിന്റെ കാര്യം എന്താ? അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വലിയ ടെക്നിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇവര് വന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്കും അറിയാൻ പറ്റില്ല ഇതെന്താന്ന് അടുത്ത്. അപ്പോൾ ആലോചനകൾ നടക്കണ്ടാവുള്ളൂ. അപ്പോൾ അറിയില്ല, പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞല്ലേ. നമ്മളൊരു ജാടയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസിനെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറയും. സെക്കൻഡ് പാർട്ടിന്റെ ഇല്ല, നമ്മൾ ഇതുവരെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല നിലവിൽ. അല്ല, അത് തന്നെയാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്ട് ഞാൻ പിക്ക് ചെയ്യാൻ കാരണവും അതാണ്. ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, മൊത്തത്തിലുള്ള മൂഡ് വേറെയാണ് പടത്തിൻ്റെ. അപ്പോൾ അതിനാണ് എന്നെ എക്സൈറ്റ് ചെയ്തത് ഈ പ്രൊജക്റ്റ്. അല്ല, അത് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ വീഡിയോകളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട്. അത് സ്ക്രീനിൽ കണ്ടെല്ലാവരും എനിക്ക് ഇടി കിട്ടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം. എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി എന്നുള്ളത്. അതൊക്കെ പോയി പൊട്ടിച്ചേരും. അല്ല, അത് എന്താന്ന് വെച്ചാൽ അത് 6 മാസത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അലി ഷിഫാസ് എന്ന് പറഞ്ഞ ട്രെയിനറായിരുന്നു ഞങ്ങളെ വർക്ക് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ അവരൊക്കെ അങ്ങനെ അത്രയും പ്രഷർ വന്നുകൊണ്ട് വേറെ വഴി ഉണ്ടായില്ല. അങ്ങനെയായിരുന്നു. നിങ്ങളുടെ ഈ 6 മാസത്തെ വർക്ക് ചെയ്ത പലരും ഇന്നലെ 2 ദിവസം മുന്നേ ഒരു ചോദ്യം തന്നെ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അത് കേൾക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്.
ഈ 6 മാസം 6 പാക്ക് വരാണ്ട് 6 മാസം വർക്കൗട്ട് ചെയ്ത് പക്ഷെ അത് പലരും 6 പാക്ക് അല്ല BFF എന്ന് പറയുന്നത് നേരിട്ട് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പിടിക്കും. തല്ലുമാല ഇറങ്ങിയ സമയത്ത് ടോബിനെ അടിക്കുന്ന ആ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുന്നേ കാലിലൊക്കെ വന്നിട്ട് തിരിച്ചിരിക്കുന്ന പറഞ്ഞു ഒന്നും നോക്കട്ടെ നീ ശരിക്കും അപ്പൊ ഇതേപോലെ ഒന്നും നോക്കട്ടെ ശരിക്കും രീതിയിൽ വന്ന് പറഞ്ഞു ഇതില് അതേപോലെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ശരിക്കും കൊടുക്കാൻ ഒരു അവസരം കിട്ടിയത് ഇല്ല ഇതിലങ്ങനെ ശരി ഒരു തവണ ഉണ്ടായിട്ട് തോന്നുന്നുണ്ട്. അല്ല അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ശരിക്കും കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആ ഷോട്ടിന് അത്രയും അങ്ങനെ ആ ടച്ച് ആണ് തോന്നണം, അങ്ങനത്തെ ഷോട്ടായിരിക്കും. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതങ്ങനെ. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസിൽ എല്ലാം കൊടുത്തുകൊണ്ട് സിനിമയാണല്ലോ, എല്ലാം ടച്ച് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ 1-2 ഷോട്ടുകളിൽ ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു ഷോട്ടിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഓർമ്മയില് ഉണ്ടായിട്ടുണ്ട്. താങ്കൾ നിർമ്മാതാവാണ്, സംവിധായകനാണ്. ഇപ്പോൾ സിനിമാ മേഖലയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടന്നു പോകുന്ന സമയമാണ്. നമുക്ക് കഴിഞ്ഞ കുറേ ദിവസമായി സിനിമയുടെ റിലീസ് കഴിയുമ്പോൾ തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ ബഡ്ജറ്റ് പുറത്ത് വിടുക, അതിന് എത്ര രൂപയാണ് മുടക്ക്, എത്ര രൂപയാണ് തിയേറ്ററിൽ കിട്ടുന്നത്. അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകൾ നിന്ന് പോകുന്നൊരു ഘട്ടം വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചാക്കോച്ചൻ തുറന്നെഴുത്ത് മനോരമ പത്രത്തിൽ എഴുതിയിരുന്നു, തൻ്റെ സിനിമ ഇത്ര കോടി കളക്ട് ചെയ്ത് എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് ഇത്രയും കളക്ട് ചെയ്തത്. ഇപ്പം ആലപ്പുഴ ജില്ലാനൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയും ഇറക്കാനുള്ള സാധ്യത നമ്മൾ കാണും. അത്തരം രീതി ഒരു നിർമ്മാതാക്കളുടെ സംഘടന തുടർന്നാൽ താങ്കൾ നിർമ്മാതാവും കൂടെ ആയതുകൊണ്ടായിരുന്നു അത് സിനിമയൊക്കെ ബാധിക്കും. ഒരു ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സിനിമയുടെ റൈറ്റ്സ് വരും, ഇത്ര എമൗണ്ട് ആ തിയേറ്ററിന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു നടനെ ബാധിക്കും. ആ നടന് സിനിമയ്ക്ക് ഇത്ര പൈസ കിട്ടുന്നുള്ളൂ, ആ നടനെ ഭാവിയിൽ ബാധിക്കും. താങ്കൾ നിർമ്മാതാവാണ്, ഡയറക്ടറിനെ ബാധിക്കും. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതിനു മുമ്പ് മലയാള സിനിമ ഉണ്ടായിട്ടില്ല. അത് തുടർന്നാൽ സിനിമയ്ക്ക് മോശമാകും. ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടേ ഉള്ളൂ. ഇതുവരെയുള്ള കാര്യങ്ങൾ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ഇതിനു മുമ്പുള്ള സിനിമകളൊക്കെ വേറെ നിർമ്മാതാക്കളാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മാസാവസാനമോ പുതിയ മാസങ്ങളിലോ ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്നത്. അവരത് വിട്ടാലാണ് ഇനി എൻ്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എൻ്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഹൈദർക്ക് പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ലാസ്റ്റ് ഒരു 6 മാസം 7 മാസമൊക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്റ്റ് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. നമുക്ക് നോക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷൻ്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയ കാര്യമാണ്. ഇതുപോലെ തന്നെ ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യം ചർച്ചയാവുന്നുണ്ട്. നെറ്റിലൊക്കെ സിനിമകൾ ഇങ്ങനെ വിജയിച്ചിങ്ങനെ പോയി, അപ്പോൾ താരങ്ങൾ അമിത പ്രതിഫലമാകുന്നു, അത് നിയന്ത്രിക്കണം. ഇങ്ങനെയൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സിനിമയുടെ വിജയത്തിലേക്ക് നമുക്ക് നമ്മുടെ ആ പ്രതിഫലം നമുക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ട്. അല്ലെ, നമ്മളൊരു സിനിമ വിജയിക്കുമ്പോഴാണ് എല്ലാവരുടെയും പ്രതിഫലം കൂട്ടാം. അപ്പൊ അതിനെതിരെയും ഒരു ശബ്ദം ഉയർന്നു. ഒരു സിനിമ വിജയിച്ചാൽ ആ നടൻ വീണ്ടും പ്രതിഫലം കൂട്ടുന്നു, 1 കോടി മേടിക്കുന്ന ആൾ 2 കോടി മേടിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു. അത് നിങ്ങളെപ്പോലുള്ള ഇപ്പോൾ വരുന്ന യുവ തലമുറയ്ക്കും അത് ബാധകമാവുന്നുണ്ട്. അത്രയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നെസിൽ എന്നൊരു ആക്ടർ, അത് ഗണപതി ഉൾപ്പെടെ ഉള്ളവർ പറയണ്ട കേട്ടോ, നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഇവരെല്ലാം നല്ല ആക്ടറൈസ് ആണ്. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കുന്നുണ്ടോ? പറയണം, നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ? എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഐ മീൻ ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഓണായി വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇതുവരെ ആരും അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലൊരു സൂപ്പർ സ്റ്റാർ അദ്ദേഹമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ അതിപ്പോൾ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രതിഫലം കൂടുതൽ ഇവിടെ കറക്റ്റ് പൈസ പോയി വാങ്ങുള്ളൂ. അപ്പോൾ അത് ഓക്കെയാണ്. അത് ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അറിയില്ല എങ്ങനെ
അല്ല ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുമ്പോൾ ഒരു വിഷയമാണല്ലോ ഒരു താരത്തിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. വാർത്തകൾ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല. അത് നമുക്ക് അറിയുമ്പോഴല്ല അതിൻ്റെ അത്തരം സ്റ്റാർസൊക്കെ അത് വാങ്ങുമ്പോഴായിരിക്കും അറിയില്ല. ഇനി അങ്ങനെ ആകുമ്പോൾ ഞാൻ നോക്കാം, അപ്പം ഞാൻ ഇതിന് ആൻസർ പറയാം. പ്രതിഫലം കിട്ടിയാലല്ലേ ഇതൊക്കെ പരാതിപ്പെടേണ്ട കാര്യമുള്ളൂ. ഇല്ല, എനിക്ക് അങ്ങനത്തെ പരാതികളോ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. നമ്മളിപ്പോൾ എനിക്കറിയില്ല, ആ അത്തരം മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഹാപ്പിയാണ്. ഇപ്പം ഉണ്ടാകുന്ന പരിപാടികളിലൂടെ നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്, നമ്മൾ വർക്ക് ചെയ്ത ആൾക്കാരോട് ഹാപ്പിയാണ്. അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിൽ ആളല്ല, അതുകൊണ്ടാണ്. ഗണപതി ഈ പടത്തിൽ തന്നെ മാസ് മൊമെന്റ്സ് ഒന്ന് രണ്ടെണ്ണം ഗണപതി ചുറ്റിപ്പറ്റിയാണ് ബോക്സിങ്ങിനകത്ത്. അപ്പോൾ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവരെക്കാളൊക്കെ സീനിയറാണ്. ഇത്രയും കാലം ലോഞ്ച് ചെയ്യേണ്ട വന്ന ഒരു തിയേറ്റർ മൊമെന്റ്, ആളുകൾ കൈയടിച്ചിട്ട് ഒരു മാസ് മൊമെന്റ് കിട്ടാൻ അങ്ങനെ ഫീൽ ചെയ്തു പടം കണ്ടപ്പോൾ? ഉറപ്പായിട്ടും നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴാണ് ഒരു മാസ് കഥാപാത്രം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര കാലം ഞാൻ ചെയ്തതൊരു ഹ്യൂമർ, ഇതിലാണ് ഞാൻ കുറച്ച് സട്ടിലായിട്ട് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത്. അപ്പം നമ്മൾ തിരിച്ചറിയാനും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നൊരു അവസരം ഉണ്ടാവുക. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സിനിമയിലൂടെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തി എന്ന് പറയാമോ? ഈ സിനിമയിലേക്ക് എത്തിയത് ഓഡിഷൻ വഴി തന്നെയാണ്. ഒരു 3 റൗണ്ട് എനിക്കുണ്ടായിരുന്നു, നന്ദയ്ക്ക് ഒരു 2 റൗണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് എനിക്കറിയില്ല. പക്ഷേ ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വരെ എത്തിയത്. സോ നല്ലൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളോട് സീൻ അന്നാണ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. പിന്നെ എനിക്ക് ചെറിയൊരു മലയാളം പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇറ്റ് ഓൾ വെന്റ് സ്മൂത്ത്ലി. സോ വി ആർ ഹിയർ. സെയിം ക്വസ്റ്റ്യൻ. ഞാനും ഓഡീഷൻ വഴിയാണ് വന്നത്. എന്താ പറയുക, എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇത്രയും നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഫസ്റ്റ് മൂവിയിൽ വർക്ക് ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു ലക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലക്കി ആൻഡ് കുറേ പഠിക്കാൻ പറ്റി. എനിക്ക് ആദ്യം ഇവരുടെ അസോസിയേറ്റാണ് കോൾ ചെയ്യുന്നത്. ആരാ സജസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല, പേര് പറഞ്ഞ കാതിൽ കണ്ടിട്ടാണെന്നാണ് വിചാരിക്കുന്നത്. എനിവേസ് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ ബോക്സറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ വാസ് എയിമിങ് ദാറ്റ്. ഞാനത് തന്നെ അത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീറ്റ് ചെയ്ത് ഒരു സ്ക്രീൻ ടെസ്റ്റും കൂടി കഴിഞ്ഞാണ് കൺഫേം ചെയ്തത്. യെസ്, ബിക്കേം എ പാർട്ട് ഓഫ് ഇറ്റ്. പിന്നെ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞതല്ല, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമ്മളത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യുകയും അതിൻ്റെ ഔട്ട്പുട്ട് നന്നായിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അത് തന്നെയുള്ളൂ അതിൻ്റെ ഒരു റീസൺ ആയിട്ടുള്ളത്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുവിധം എല്ലാവരെയും തന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അത് ഷോൺ, അടുത്തിരിക്കുന്നത് മിസ്റ്റർ സമീർ. അദ്ദേഹം ഈ സിനിമയിൽ എൻ്റെ കോ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ ഹെൽപ്പാണ് ഈ സിനിമയുടെ ഇതുവരെയുള്ള. അദ്ദേഹം മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള സുബീഷ് ഉണ്ട്, ജോബിനുണ്ട്, അവരൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ കയറിയിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം സന്ദീപ്. ഇത് ശ്രീനിയാണ് ഈ സിനിമയുടെ തിരക്കഥ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് തുടക്കം മുതൽ ഈ സിനിമയിൽ ആദ്യം ജോയിൻ ചെയ്ത ഒരു ടെക്നിക്കൽ റൈറ്റർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൊരു കക്ഷിയാണ്. ഇത് പിന്നെ അറിയാലോ, ഇവരൊക്കെ ആക്ടേഴ്സാണ്. പുറകിലിരിക്കുന്നവരെ നിങ്ങൾക്കറിയാം. ജോഫിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോഫിലിൻ്റെ ടീമിൻ്റെ ഹെൽപ്പുമാണ് ഈ സിനിമ ഇവിടെ ഇത്രയും എത്തി നിൽക്കാനും ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സക്സസ് കിട്ടാനും കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഞങ്ങളുടെ ഇൻവിറ്റേഷനിൽ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരു ക്രിയേറ്റർ സിനിമകളിൽ അതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു തിരക്കഥാകൃത്ത് സംവിധായകരുമാണ് തീരുമാനിക്കുന്നത്. എൻ്റെ സിനിമ എങ്ങനെ വേണം, എൻ്റെ ഔട്ട് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ റൈറ്ററും ഡയറക്ടറുമാണ്. പക്ഷെ അത് കത്രിക വീഴുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യം നശിക്കുകയാണ്. അപ്പോൾ ഒരു ഡയറക്ടർ എന്നൊരു ക്രിയേറ്റീവ് പേഴ്സൺ എന്ന് ലഭിച്ചിരിക്കുക. ഈ സെൻസർഷിപ്പ് അല്ലെങ്കിൽ അതിൽ കത്രിക എടുക്കുന്ന പരിപാടി മോശമാണ്.
സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവർണൻസ് ചെയ്തിട്ടുള്ള ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അവരൊരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനൊരു നല്ല കാര്യം ഉണ്ടാവും, ചീത്തവശങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയക്ക് ഒരു ഞാനൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ്. ഞാൻ ക്രിയേറ്റീവായിട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ പേഴ്സണലി അതിനോട് സെൻസർഷിപ്പിനോട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ, ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാനത് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നല്ല രീതിയിൽ, അത് മോശമാവാനോ ഒരാളുടെ ജോലി ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലല്ല. കാരണം സിനിമ എന്ന് പറയുന്ന ബിഗ് മീഡിയ ആണ്, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നെഗറ്റീവായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകൾ കാണുന്നുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് അതിൻ്റെതായ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് സെൻസർഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ്. ഞാൻ ചെയ്യുന്ന സിനിമയോട് കത്തി വെക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗവൺമെന്റിന്റെ നിയമപരിധിക്കുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എതിർ ദിശയിൽ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. സോ ഒരുപാട് ഡിസ്കഷൻസ് നടന്നു എന്നേ ഉള്ളൂ. അതിലൊന്നും ഇതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാനും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്തായിരിക്കും അടുത്ത സിനിമ എന്നുള്ളത്. ഇനിയെങ്കിലും വേറൊരു സിനിമ ചെയ്യണം, നല്ലൊരു സിനിമ ചെയ്യണം എന്നൊരാഗ്രഹം. സോ താങ്ക് യു സോ മച്ച്. അങ്ങനെയല്ല, ഇതിനേക്കാൾ നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരാഗ്രഹം.